ഹലോ മക്കളെ, സുഖാണോ നിങ്ങൾക്കൊക്കെ? ചെറിയൊരു കഥ ഇങ്ങനെ പറയാം കേട്ടോ. ഞാൻ ഇങ്ങനെ മൈൻഡിൽ വന്നപ്പോഴേ ഒരു ചെറിയൊരു കഥ ഇങ്ങനെ പറയാമെന്ന് വെച്ചു. ഉള്ളിൽ തീ വേണം എന്നുള്ളതാണ് നമ്മളെ കഥയുടെ തീം കേട്ടോ. കഥ അതാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കൊക്കെ മേടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ്. കുഴപ്പമില്ലാത്തൊരു മാർക്ക് കേട്ടോ. മാർക്കിനെ കുറിച്ച് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു തള്ളി മറിക്കാം കേട്ടോ. അപ്പം അങ്ങനെ മാർക്ക് മേടിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ ഏട്ടനോട്, ഞങ്ങളെ കുടുംബത്തിലെ KT മിറാഷ് ഉണ്ട്, ഉപദേഷ്ടാവ്. KT മിറാഷിനോട് ചോദിക്കാം. നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ ഇല്ലേ എല്ലാവരും ഉപദേശിക്കുന്ന KT മിറാഷ്, അതുപോലത്തെ ഒരു ഏട്ടനുണ്ട്. എല്ലാവരും പറയും, എടാ ഓനെ കണ്ട് പഠിക്കും. എൻ്റെ ഉമ്മക്ക് ഏത് നേരം പറയും ഓനെ കണ്ട് പഠിക്കും എന്ന് പറയും. അങ്ങനത്തെ ഒരു ഏട്ടനുണ്ട് കേട്ടോ. കാര്യം ഓന് ഡിഗ്രി കഴിഞ്ഞതാണ്. ഡിഗ്രിക്ക് എല്ലാ വിഷയത്തിലും A മേടിച്ചിട്ടുള്ള മഹാനായ വ്യക്തിയാണ് ഓന്. എല്ലാ വിഷയത്തിലും ഡിഗ്രിക്ക് A ഒക്കെ ആയപ്പോൾ നാട്ടുകാരും പിന്നെ കുടുംബക്കാരൊക്കെ വിചാരിച്ചു ഭയങ്കര പഠിപ്പാണ്, കാര്യം എല്ലാത്തിലും A ഉണ്ടല്ലോ എന്നൊക്കെ കരുതി നിൽക്കുകയാണ്. എക്സാക്ട് എന്താന്ന് വെച്ചാൽ ഒരൊറ്റ പരീക്ഷയ്ക്ക് പോയിട്ടില്ല ആശാന്, ഒക്കെ ആബ്സെന്റിന്റെ A ആണ്. പുരക്കാരൊക്കെ വിചാരം ഫുള്ള് A എന്ന് എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പ്രിവിലേജും വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ആശാൻ നമ്മളങ്ങനെ ഉപദേശിക്കും. ഫൈനലി ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ എന്താ എടുക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പഠിക്കാനുള്ള പരിപാടി തന്നെയെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ എന്നോട് പറഞ്ഞു, ഒമാൻറ്റിക്സ് ആണോ കൊമേഴ്സി ആണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊമേഴ്സിയാണ് പറഞ്ഞു. കൊമേഴ്സിയോ വേണ്ട ചെങ്ങ, ഇത് ഫുള്ള് കണക്കാണ്, ഒമാൻറ്റിക്സ് എടുത്തോന്ന് പറഞ്ഞു. എക്സാക്ട്ലി ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? പഠിപ്പിൻ്റെ മികവ് കൊണ്ട് പോകാൻ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യല്. ഫൈനലി ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത സമയത്ത് എൻ്റെ ഇളാപ്പൻ്റെ മോനുണ്ടായിരുന്നു കൂടത്തിൽ. അവൻ പറഞ്ഞു, എനിക്ക് ഹ്യൂമാനിറ്റീസും വേണ്ട, ഞാൻ ഒമാൻറ്റിക്സും വേണ്ട, കൊമേഴ്സും വേണ്ട, ഞാൻ സയൻസ് ആണെന്ന് പറഞ്ഞ ഒരു മഹാനായ ഇളാപ്പാൻ്റെ മോനുണ്ടായിരുന്നു. ആശാനിപ്പോൾ നല്ല അൽഹംദുലില്ലാ ഉഷാറായി നല്ല ഉയരങ്ങളിലാണ് ഉള്ളത്. ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് ഉഷാറായിട്ട് അടിക്കും. അത്രയും ലെവലിലെത്തിയിട്ടുണ്ട് നമ്മളെ ഇളാപ്പൻ്റെ മോന്. അങ്ങനെ ഞാൻ ഈ ഹ്യൂമാനിറ്റീസ് എടുത്ത് ആ ഹ്യൂമാനിറ്റീസ് കഷ്ടി പാസ്സായി. ദെൻ നല്ല ഉഷാറായിട്ട് പാസ്സായി കേട്ടോ. അതിൻ്റെ ശേഷം അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, BA ഇംഗ്ലീഷ് എടുക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ PG MA ഇംഗ്ലീഷ് എടുത്തു. അതിനുശേഷം B.Ed എടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഉള്ളിൽ ഫയർ ഉണ്ടെങ്കിൽ, നമ്മളെ മാർക്കൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അളക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മളുള്ളിൽ കട്ട തീ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ പൊസിഷനിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്താൻ പറ്റും. മക്കളെ, ഇവിടെ നിങ്ങളൊരു പിക്ചർ കണ്ടുണ്ടാവുമല്ലോ, ഉയരങ്ങളിൽ കയറി ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ആൾ നമ്മളെ എളാപ്പാൻ്റെ മോനല്ലത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മളെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ഉയരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. +2ൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ അടിച്ചു പൊളിച്ചില്ലേ. +2ൻ്റെ എക്സാമൊക്കെ എഴുതിക്കാണ്ട് നമ്മളെ റാൻസിൽ നിന്ന് നല്ല ക്ലാസ്സുകളൊക്കെ തന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. നിങ്ങൾ എക്സാമിന് ശേഷമുള്ള നിങ്ങളുടെ റിസൾട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ എനിക്ക് ഷെയർ ചെയ്തെന്നു. മാഷെ വളരെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, കുറച്ച് ഡിലേഡ് ആണെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് ഡിലേഡ് ആയിട്ടാണ് എത്തുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉള്ളിലൊരു ഫയർ ഉണ്ടാക്കുക, ലൈഫ് അടിച്ചു പൊളിക്കുക, ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.